കൗൺസിലർ അരിസ്റ്റോട്ടിൽ കൂടി ചേരുന്നുണ്ട്. ഡിവിഷനിൽ എങ്ങനെയാണ് ആളുകൾ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രതിസന്ധി പറഞ്ഞു തുടങ്ങിയോ? സ്വാഭാവികമായും വീടുകളിൽ ഗ്യാസിൻ്റെ ദൗർലഭ്യത ഉണ്ടാകുമ്പോൾ ആളുകൾ സമൃദ്ധിയെ സമീപിക്കുകയാണ്. അപ്പോൾ സമൃദ്ധിയിലുണ്ടായിരുന്ന എണ്ണം വളരെയധികം വർദ്ധിക്കുകയാണ്. സമൃദ്ധിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കൂടി സഹിക്കേണ്ടി വരികയാണ്. നേരത്തെ 3000 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 6000-ലേക്ക് വരും. അപ്പോൾ സ്വാഭാവികമായും വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് വീടുകളിലുള്ള ആളുകൾ സമൃദ്ധിയിൽ നിന്ന് പാർസൽ വാങ്ങിക്കാം, വിലയും കുറവാണ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ സമൃദ്ധിയിൽ വളരെ വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടത്തിലേക്കാണ് പോകുന്നത്. അത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകൾക്ക് ഭക്ഷണം അടിയന്തരമായി കൊടുക്കേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് വിറകിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് മേയറും ഇവിടെ ചെയർമാനും അറിയിച്ചിട്ടുള്ളത്. പല ഹോട്ടലുകളും പൂട്ടുന്ന സാഹചര്യം കൂടിയാണ്. അതെ, തീർച്ചയായും ഹോട്ടലുകൾ പൂട്ടുമ്പോൾ ആ ആളുകൾ കൂടി സമൃദ്ധിയിലേക്ക് വരും. അപ്പോൾ ഇവിടെ പൂട്ടാനും കഴിയില്ല, ഇവിടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ സമൃദ്ധിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് വരും. അത് എങ്ങനെ ഏത് നിവൃത്തിയിലാണെങ്കിലും അത് പരിഹരിക്കുമെന്നാണ് മേയറും ഇവിടെ ചെയർമാനും പറഞ്ഞത്. എന്തായാലും എല്ലാവരും ഒന്നിച്ചു തന്നെയാണ് ഈ ഒരു പ്രതിസന്ധി മറികടക്കുക എന്നുള്ളത് തന്നെയാണ് അവരും തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് വിറകടുപ്പിലേക്ക് മാറുന്നത്. നമുക്കിത് ദൃശ്യങ്ങൾ കാണാം. ഒരു ദിവസം 25-30 ഇടയിൽ ഗ്യാസുകളാണ് ഇവിടെ ആവശ്യമുള്ളത്, കുറ്റികളാണ് ആവശ്യമുള്ളത്. ഇതെല്ലാം കാലിയായിട്ടുള്ളതാണ്, ഇതെല്ലാം നിരത്തി വെച്ചിരിക്കുകയാണ്. ഇത് മാറ്റിക്കിട്ടാൻ യാതൊരു നിവൃത്തിയുമില്ല. എന്നാലും കോർപ്പറേഷനൊക്കെ വിളിച്ചു പറഞ്ഞ ഒരു 10 സിലിണ്ടറുകളാണ് ഒരു ദിവസം എത്തിച്ചത്. അത് മതിയാകില്ല. ഇവിടെ നമുക്ക് ചേച്ചിമാരുടെ അടുത്തേക്ക് പോകാം. എന്തായാലും അഭിലാഷ്, നമ്മൾ ഈ അടുപ്പിലേക്ക് വരുമ്പോൾ കണ്ണ് നന്നായിട്ട് നീറി തുടങ്ങിയിട്ടുണ്ട്. നല്ല പുക ഉയരുന്നുണ്ട്. പാവം ചേച്ചിമാരൊക്കെ പണ്ട് നമ്മളിത് ചെയ്തതാണെങ്കിൽ പോലും അതിൻ്റെ ഒരു കാലഘട്ടം മാറിയപ്പോൾ ഗ്യാസാണിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. അപ്പോൾ പുകയടുപ്പിൽ വന്നായി പുക കൊള്ളുന്നതൊക്കെ കുറേ നാൾക്ക് ശേഷമാണ്. ചേച്ചിമാരിവിടെ ചേച്ചി എന്താണ് പായസം അങ്ങനെ വീണ്ടും നമ്മൾ വിറകടുപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. അതെ അതെ, എന്തോ കണ്ണൊക്കെ എരിയുന്നു. തീർച്ചയായും നമ്മൾക്കിപ്പോൾ സന്തോഷമാണ് ഇങ്ങനെ വയ്ക്കണതിൽ. ഇപ്പം നമ്മളെ വിശ്വസിച്ച് കുറേ നമ്മുടെ കസ്റ്റമർ വരുന്നുണ്ടല്ലോ, അവർക്ക് സന്തോഷത്തോടെ കൊടുക്കണ്ടേ നമ്മൾ. അപ്പോൾ അവർക്കൊരു മുടക്കം വരാൻ പാടില്ല. ചേച്ചി ഒരു കല്യാണപ്പന്തലിന്റെ ഫീലുണ്ട്. നമ്മൾ പണ്ട് കല്യാണങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോഴാണ് കല്യാണങ്ങൾക്കും നമ്മൾ ഗ്യാസ് അയക്കുന്നത്. അപ്പോൾ ആ ഒരു കല്യാണത്തിനൊരു ഫീലാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തോന്നണത്. നിങ്ങളെ സംബന്ധിച്ച് സന്തോഷമാണ്. ഞങ്ങൾക്ക് സന്തോഷം തന്നെയാണ്. പുകയൊന്നും ഒരു പ്രശ്നമല്ല. പുകയൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ക്യാമറ അങ്ങോട്ട് അതിലേക്ക് നോക്കി പറഞ്ഞോളൂ. ഇതൊന്നും ഒരു പ്രശ്നമല്ല അല്ലേ? പുകയൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഏത് പ്രതിസന്ധി നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. ചേച്ചി, അതെ, ഞങ്ങളിവിടെ പണി നടക്കണം, എല്ലാവർക്കും ഭക്ഷണം ലഭിക്കണം, അതിനുവേണ്ടി ഞങ്ങൾ എന്തും സഹിക്കും. അതെ, അതാണ് ചേച്ചിമാരുടെ സ്പിരിറ്റ്. എന്ത് പ്രതിസന്ധി വന്നാലും ഇവിടെ ആഹാരം തേടി വരുന്നവർക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ നമ്മൾ ആഹാരം കൊടുക്കും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പുകയെടുപ്പിലേക്ക് മാറുമ്പോൾ അവർക്ക് അതിൻ്റെ ഏറെ സന്തോഷമുണ്ട്. എന്തായാലും ഒരു കല്യാണ പന്തലിൽ നിൽക്കുന്ന സന്തോഷം ഉണ്ടെന്നൊക്കെ ചേച്ചി പറയുന്നു. ചേട്ടാ, ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നാണോ? ഭക്ഷണം കഴിക്കാൻ വന്നല്ല, നോയമ്പാണ്. ഇപ്പൊ വീടുകളിലൊക്കെ ഗ്യാസ് പ്രശ്നമായി തുടങ്ങിയോ? ഇപ്പൊ പെണ്ണുങ്ങൾ വീഡിയോ വലിക്കാൻ പാടില്ല, ആണുങ്ങളും വീഡിയോ വലിക്കാൻ പാടില്ല. അപ്പൊ എന്തായാലും ചേച്ചി ഇന്ന് എന്തൊക്കെയാ വെക്കുന്നത്? ഇന്നിപ്പോ തൽക്കാലം ഇവിടെ പായസം മാത്രം. അപ്പൊ നാളെ മുതൽ വൈകുന്നേരം തൊട്ട് വൈകുന്നേരം മുതൽ സ്റ്റാർട്ട് ചെയ്യും, സജീവമാകും. എന്തായാലും വൈകുന്നേരം മുതൽ ആയിരിക്കും സജീവമായി പുകയടുപ്പിൽ ഈ വിറകടുപ്പിൽ പാകം ചെയ്യാൻ തുടങ്ങുന്നത്. ഇപ്പോൾ ഇവിടെ പായസം വെച്ചുകൊണ്ടിരിക്കുകയാണ് അഭിലാഷ്. എന്തായാലും സമൃദ്ധിയും വിറകടുപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. ഗ്യാസ് ഇത് തന്നെയാണ്, പല ഹോട്ടലുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, പല ഹോട്ടലുകൾക്കും ഇങ്ങനെ വിറക് അടുപ്പിലേക്ക് മാറാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. സ്ഥല പരിമിതിയുണ്ട്. അതൊക്കെ അടച്ചിടുന്ന ഒരു രീതിയിലേക്ക് പോലും പോവുകയാണ്. അങ്ങനെ സമൃദ്ധിയുടെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ച് സന്തോഷമാണ്. ഇങ്ങനെ ഒരു കല്യാണ വീട്ടിലെയൊക്കെ ഒരു സദ്യ ഉണ്ടാക്കുന്ന പോലെ അവർ ആ രീതിയിൽ ആഘോഷിച്ച് തന്നെയാണ്. ഈ വിറകടുപ്പിലേക്ക് മാറിയപ്പോൾ പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും അതിനുവേണ്ടി മേയർ അടക്കം കോർപ്പറേഷൻ അടക്കം അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായം കുറച്ചുകൂടി ആളുകളെ ഇവരേക്ക് എത്തിച്ചിട്ടുണ്ട് അല്ലെ? കുറച്ചുകൂടി ആളുകളെ കൂടി സഹായത്തിനായി എത്തിച്ചിട്ടുണ്ട്. നമുക്ക് മേയറായാലും ഡെപ്യൂട്ടി മേയറായാലും ചെയർമാനായാലും നല്ല സപ്പോർട്ടാണ് നമുക്ക്. അവരെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് ഇനിയും നമ്മൾ കൂടുതൽ ഭക്ഷണങ്ങൾ വയ്ക്കും. ഒരു ദിവസം ഇവിടെ എത്ര ആൾക്കാർ വരും ചേച്ചി? ഏകദേശം റൊട്ടേറ്റ് ചെയ്ത് 10,000-15,000 വരും. അപ്പോൾ എന്തായാലും 10,000-ലധികം പേര് വരുന്ന ഹോട്ടലാണ് സമൃദ്ധി കിച്ചൺ. അവിടെയും പ്രതിസന്ധിയില്ല, തൽക്കാലം പ്രതിസന്ധിയില്ല. ഇങ്ങനെ തന്നെ പോകട്ടെ. കൂടുതൽ വിറക് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. നേരത്തെ മേയർ പറഞ്ഞതുപോലെ ഈ വിറകിൻ്റെ വിലയും അവർ കൂട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അഭിലാഷ്.
യെസ്, എന്തായാലും നൂറുകണക്കിന് ആളുകൾക്ക് അന്നം വിളമ്പുന്ന സമൃദ്ധിയിലെ പാചകപ്പുരയിൽ നിന്ന് ആണ് ഞങ്ങളുടെ പ്രതിനിധി നവമി തത്സമയ വിവരങ്ങൾ നൽകിയത്. അവിടുത്തെ ചേച്ചിമാരുടെ ഒരു വൈബ് എന്തായാലും പൊളിയാണ് എന്ന് പറയണം. കാരണം ഇതൊരു പ്രതിസന്ധി ഘട്ടം ആണ്. ഈ പ്രതിസന്ധി നമ്മുടെ രാജ്യം വരുത്തിവെച്ച ഒന്നല്ല. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ ആണ്. അവിടെയാണ് നമ്മൾ ഗ്യാസ് അടുപ്പുകളിൽ നിന്ന് വിറകടുപ്പുകളിലേക്ക് മാറേണ്ടി വന്നത്. അതിനെ ആഘോഷത്തോടെ കാണുന്നു. ഒരു കല്യാണ വിഭവങ്ങൾ ഒരുക്കുന്നതുപോലെയാണ് കാണുന്നത്. ഞങ്ങൾ എന്തായാലും സദ്യയുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. എല്ലാവർക്കും ഭക്ഷണം വിളമ്പും. ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഈ പ്രതിസന്ധിയെ ഞങ്ങൾ തരണം ചെയ്യും എന്ന് പറയുന്ന ആ ചേച്ചിമാരുടെ വാക്കുകൾ തീർച്ചയായും അങ്ങേയറ്റം ഊർജം നൽകുന്ന ഒന്ന് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.